കേരളത്തിലെ നാലമ്പലങ്ങളിൽ പ്രശസ്തമായ കോട്ടയം ജില്ലയിലെ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ സീതാപരിത്യാഗത്തിന് ശേഷം ശ്രീരാമൻ തൻ്റെ സഹോദരങ്ങളോടൊപ്പം അന്ന് വനാന്തരങ്ങളിലൂടെ വനം ആയി കിടന്നിരുന്ന ഈ പ്രദേശത്തുകൂടി കടന്നു പോവുകയും അദ്ദേഹം ശ്രീരാമൻ ഇവിടെ ഉപവിഷ്ടനായി എന്നാണ് വിശ്വാസം. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അകലത്തിൽ ലക്ഷ്മണൻ്റെ ക്ഷേത്രം കൂടപ്പുലം എന്ന സ്ഥലത്ത് ലക്ഷ്മണൻ്റെ ക്ഷേത്രവും അവിടെ നിന്നും 3 കിലോമീറ്റർ അകലെ ഭരതസ്വാമിയുടെ ക്ഷേത്രവും വീണ്ടും ഒരു 3.5 കിലോമീറ്റർ അകലെ ശത്രുഘ്നൻ്റെ മേദിരി എന്ന് പറയുന്ന സ്ഥലത്ത് ശത്രുഘ്നൻ. ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ 4 അമ്പലങ്ങളിലും ആയിട്ട് ഒരു പ്രദക്ഷിണ രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2 മണിക്കൂർ സമയം കൊണ്ട് ഈ 4 ക്ഷേത്രത്തിലും തൊഴുത് തിരിച്ച് ശ്രീരാമനെ വന്ന് തൊഴുന്നതോടുകൂടി നാലമ്പല തീർത്ഥയാത്ര പൂർത്തിയാകും. ആദ്യം ശ്രീരാമനെ തൊഴുന്നു, പിന്നീട് ലക്ഷ്മണനെ വന്ദിക്കുന്നു, അതിനുശേഷം ഭരതനെ പ്രാർത്ഥിക്കുന്നു. അതും കഴിഞ്ഞ് ശത്രുഘ്നൻ വീണ്ടും രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്നതോടുകൂടിയാണ് നാലമ്പല ദർശനം പൂർത്തിയാവുന്നത്. സാധാരണ വർഷത്തിലെ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുകയും കേരളത്തിലും അതുപോലെ തന്നെ കർണാടകം, തമിഴ്നാട്, വടക്കേ ഇന്ത്യ തുടങ്ങിയ പ്രദേശത്തു നിന്നും ഈ രാമായണ മാസത്തിൽ അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ തൊഴുത് അനുഗ്രഹം വാങ്ങിക്കുന്നതിനായി അനവധി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ശ്രീരാമൻ്റെ പ്രതിഷ്ഠ ആയിട്ടുള്ള ഇവിടെ ദിവസം 5 പൂജകൾ നൂറ്റാണ്ടുകളായി കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടു. മീനമാസത്തിൽ ചോതി കൊടി കയറി തിരുവോണം ആറാട്ടോടുകൂടി 8 ദിവസത്തെ ഉത്സവവും ഇവിടെ കൊണ്ടാടുന്നു. എൻ്റെ പേര് A.R. പ്രാൺ അമ്മനഗരമന. 3 മനക്കാരാണ് ഈ ക്ഷേത്ര ഭരണസമിതിയിൽ ഭരണം നടത്തിക്കൊണ്ടു പോകുന്നത്. 3 മനക്കാരുടെ അമ്പലമാണ് ഈ ക്ഷേത്രം. ഉഴായ്മ കുടുംബങ്ങളാണ്. അത് അമ്മനഗരമന, കുന്നൂർ മന, കാരനാട്ടുമന, ഇങ്ങനെ 3 മനകളാണ് കലാകാലങ്ങളായി ഇവിടെ നോക്കി നടത്തിക്കൊണ്ടു പോകുന്നത്. ഞാൻ രാമപുരം ദേവസ്വത്തിൻ്റെ സെക്രട്ടറിയാണ്.